ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135-ാം ജയന്തി ആഘോഷിച്ചു. കോതമംഗലത്ത് ദളിത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണം ഒരുക്കിയിരുന്നു. ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ആഘോഷം മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ.പി. ബാബു ഉദ്ഘാടനം ചെയ്തു. ആ ഭരണഘടന വിഭാവന ചെയ്യാനുള്ള നേതൃത്വം കൊടുത്തത് ഡോക്ടർ അംബേദ്കർ. എല്ലാവർക്കും വലിയ ആശങ്കയായി. അംബേദ്കർ പോലെയുള്ള ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയുടെ ഒരു ഭരണഘടന ഉണ്ടാക്കാൻ ഏൽപ്പിക്കുക ഒരുപക്ഷെ കോൺഗ്രസിൽ പോലും എന്ന ആക്ഷേപമുണ്ട്. പക്ഷേ അതൊരു ഏകകണ്ഠമായ തീരുമാനമാക്കി AICC മാറ്റി ഭരണഘടന ഭാവന ചെയ്യാൻ അംബേദ്കറെ ഏൽപ്പിക്കുകയാണ്. അംബേദ്കർ കണ്ടെത്തിയ ഒരു ഭരണഘടനയുടെ ആധിപത്യമാണ് ദശാബ്ദങ്ങൾ പിന്നിട്ടപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനാധിപത്യവും മതേതരവും. ഈ രണ്ട് വാക്കുകളുടെ ആശ്ചിത്വം ഭരണഘടന വിഭാവന ചെയ്തതാണ്. ഒരിക്കൽ പോലും അത് മറ്റാർക്കും കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ഒരു ജനാധിപത്യ രാജ്യമായിരിക്കണം ഇന്ത്യ. ഓരോ മനുഷ്യൻ്റെയും വിരൽത്തുമ്പിൽ രാജ്യാധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഭരണഘടന അത് വിഭാവന ചെയ്തത് ഡോക്ടർ അംബേദ്കർ. ബ്ലോക്ക് പ്രസിഡന്റ് A.T. ലൈജു അധ്യക്ഷത വഹിച്ചു. ഷമീർ പനക്കൽ, ബാബു എലിയാസ്, അബു മൊയ്തീൻ, MS എൽദോസ്, പീറ്റർ മാത്യു, ജോർജ് വർഗീസ്, സത്താർ വട്ടക്കുടി, വിഷ്ണു കെ രാജ്, ജയൻ കുട്ടമ്പുഴ, മുരളി കുട്ടമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം.